ഉക്രൈന്റെ ഭാഗത്തു നിന്നും ചില സത്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഈ സത്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കള്ളം ഒരുപാട് ദിവസം മറച്ചു വെക്കാൻ പറ്റില്ല. അതെപ്പോഴായാലും എങ്ങനെയായാലും മറനീക്കി പുറത്തു വരും. അതേപോലെ തന്നെ സത്യമായ ഒരു സംഭവത്തെയും സത്യമല്ല എന്നും പറഞ്ഞ് അധിക ദിവസം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്ററാണ് ഈ ഒരു അറിയിപ്പ് പുറത്തുവിട്ടത്. സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ്. ഇത് അടുത്ത ഘട്ടത്തിലേക്കുള്ള നീക്കമാണെന്നും പറഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്ററാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേലും ഹമാസും ഒരു ഭാഗത്ത് തീവ്രമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇസ്രയേലിന്റെ ഡിഫൻസ് മിനിസ്റ്ററും പറഞ്ഞിരിക്കുന്നു, നെക്സ്റ്റ് ഫേസ് ഓഫ് വാർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്ന്. ഇത് രണ്ടും ഒരേ തരത്തിലുള്ള നിലപാടാണ്. സോ റഷ്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ഈ സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് വെച്ച് ഉക്രൈനെ ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ റഷ്യ ഉക്രൈനെതിരെയാണോ വിജയിക്കാൻ പോകുന്നത്, അതോ ഉക്രൈന്റെ കോണ്ടാക്ട് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഒരു 50 രാജ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഈ 50 രാജ്യങ്ങൾക്കെതിരെയാണോ വിജയിക്കാൻ പോകുന്നത് എന്നതാണ് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നത്. ഈ 50 രാജ്യങ്ങളിൽ കുറച്ചധികം രാജ്യങ്ങൾ പതുക്കെ പതുക്കെ പിന്മാറാൻ തുടങ്ങിയിരിക്കുന്നു. ഒട്ടും സമയം ശരിയല്ല എന്ന് തോന്നുന്നു. പോളണ്ടിൽ കർഷക സമരം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ജർമ്മനിയിലും കർഷക സമരം നടക്കുന്നുണ്ട്. UK-യിലാണെങ്കിലോ ഡോക്ടേഴ്സിന്റെ സമരം നടക്കുന്നു. മറ്റു പല സമരങ്ങളും നടക്കുന്നുണ്ട്. ഇങ്ങനെ ലോകമെമ്പാടും പോരാട്ടം പോരാട്ടം പോരാട്ടം. ജർമ്മനി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം എത്ര വർഷം നീണ്ടുപോയാലും ഞങ്ങളുടെ സപ്പോർട്ട് ഉക്രൈൻ ഉണ്ടാകും, ഉക്രൈനെ സഹായിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഈയിടെയായി ജർമ്മനിയുടെ പേര് എവിടെയും കാണാനില്ല. കാരണം എന്തെങ്കിലും ജർമ്മനി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെയുള്ള കർഷകർ അതിർത്തി ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള കർഷകർ നമ്മുടെ കർഷകരെ പോലെ റോഡ് ഉപരോധിക്കാൻ മാത്രമല്ല ചെയ്യുന്നത്, ട്രാക്ടേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് നടു റോഡിൽ കൊണ്ട് നിർത്തിയിടും. അതിന്റെ സൈഡിലായി തന്നെ ടെന്റും നിർമ്മിക്കും. പിന്നെ താമസവും ഫുഡും എല്ലാം അവിടെ നിന്നും തന്നെ. ഇങ്ങനെയാണ് ജർമ്മനിയുടെ അടുത്ത ഘട്ട നീക്കം നടക്കുന്നത്. ഈ ഒരു പ്രശ്നം കാരണം ജർമ്മനി ഭരണകൂടത്തിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, അനങ്ങാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാം. ഇനി അഥവാ കർഷകർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ജർമ്മൻ ഭരണകൂടം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കർഷകർക്കുള്ള സബ്സിഡീസ് ക്യാൻസൽ ചെയ്യാമെന്നാണ്. അതെങ്ങനെ സാധിക്കും? സബ്സിഡീസ് ക്യാൻസൽ ചെയ്താൽ കർഷകർ എവിടെ പോകുമെന്ന ശബ്ദവും അവിടെ ഉയർന്നിട്ടുണ്ട്. എല്ലായിടത്തും കർഷകർ ഒരുപോലെയാണ്, ഭാഷ മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. വിശപ്പ് മാറണമെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യണം. കർഷകർക്ക് ആവശ്യം സബ്സിഡീസ്. അതുമില്ലാതെ പോയാൽ എന്ത് ചെയ്യും? അവിടെയുള്ള കർഷകർക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ച് ജർമ്മൻ ഭരണകൂടം തന്നെ അതിന് ചെയ്തു കൊടുക്കണം. അവിടുത്തെ കർഷകർക്ക് ആവശ്യമുള്ള കാര്യം ചെയ്തു കൊടുക്കാതെ ഉക്രൈനെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ കർഷകർ വെറുതെ വിടുമോ? അതോ അവിടുത്തെ ജനങ്ങൾ വെറുതെ ഇരിക്കുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളും ഉയരും. അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, കർഷകരുടെ ചോദ്യത്തിനുള്ള ഉത്തരം ജർമ്മൻ ഭരണകൂടത്തിന്റെ പക്കലില്ല. ഇവിടെ ഒരു സത്യം പറയാം. എന്ത് സത്യം? ഓക്കെ, നിരവധി രാജ്യങ്ങൾ ഉക്രൈന് വേണ്ടിയിട്ട് നിരവധി സഹായങ്ങളൊക്കെയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നു ഉക്രൈനിൽ നിരവധി അഴിമതി നടക്കുന്നുണ്ട്, ആ അഴിമതിയെല്ലാം വേരോടെ പിഴുതെടുത്തു കഴിഞ്ഞു. അതുമാത്രമല്ല, അഴിമതി ചെയ്യുന്നവരെ അവരുടെ സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല എന്ന് ഉക്രൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉക്രൈനിൽ കഴിഞ്ഞ 4 മാസത്തിന്റെ ഓഡിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വലിയൊരു ഷോക്കിംഗ് ഇൻഫർമേഷൻ ആണ് പുറത്തു വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, 250 മില്യൺ അമേരിക്കൻ ഡോളറിനുള്ള അഴിമതി ഉക്രൈനിൽ കഴിഞ്ഞ 4 മാസത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. 250 മില്യൺ അമേരിക്കൻ ഡോളറിലുള്ള അഴിമതി. ഇത് യൂറോപ്പ് യൂണിയൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം യൂറോപ്പ് യൂണിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉക്രൈന് വേണ്ടി ഒരു സീറ്റ് യൂറോപ്പ് യൂണിയനിൽ ഉണ്ട് എന്ന്. പക്ഷെ അതിന് പകരമായി അവർ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം അഴിമതി വിമുക്ത രാജ്യമായിരിക്കണം എന്നത് മാത്രമാണ്. സെലൻസ്കിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ശരിയാക്കാം. പക്ഷെ അതിനെല്ലാം ഇപ്പോൾ ഒരു ഡെഡ് എൻഡ് വന്നിരിക്കുന്നു എന്ന് പറയാം. 250 മില്യൺ അമേരിക്കൻ ഡോളർ. ഈ അവസാന 4 മാസത്തിൽ ഉക്രൈന് സഹായമായി ലഭിച്ച എമൗണ്ട് തന്നെ $300 മുതൽ $500 വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ പകുതിയോളം അഴിമതി നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി ആര് ഉക്രൈനെ വിശ്വസിച്ച് പണം കടം കൊടുക്കും? അല്ലെങ്കിൽ ഉക്രൈനെ ആര് സഹായിക്കും? ഈ ഒരു സത്യമാണ് ആദ്യത്തെ സത്യമായി പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത ഒരു സത്യം എന്ന് പറയുന്നത് ഇറ്റലിയിൽ ഒരു യോഗം ചേരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി ഉക്രൈന് അനുകൂലമായ യോഗം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ഉക്രൈന് അനുകൂലമായ യോഗമല്ല.
റഷ്യ ഉക്രൈനിൽ ആക്രമണം നടത്തുന്നത് വളരെ നല്ലതാണ് എന്ന് പറയുന്നതിനുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു യോഗമാണ്. ഈ ഒരു ഇൻഫർമേഷൻ ഇറ്റലി ഭരണകൂടത്തിന് ലഭിക്കുന്നു. ഇറ്റലി ഈ ഒരു യോഗം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അടുത്തത് ഉക്രൈനിലേക്ക് വരാം. ഉക്രൈനിൽ 5 ലക്ഷം സൈനികരെ ഉടനെ ആവശ്യമുണ്ട് എന്നൊരു അറിയിപ്പ് ഉക്രൈൻ ഭരണകൂടം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉക്രൈനിലെ മുതിർന്നവരെല്ലാം യുദ്ധകളത്തിൽ എത്തണമെന്ന ഒരു അറിയിപ്പും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു, സ്ത്രീകൾ ഈ യുദ്ധകളത്തിലേക്ക് വരണോ എന്ന സംശയമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. തൽക്കാലം സ്ത്രീകൾക്ക് ആ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. സ്ത്രീകൾ തൽക്കാലം യുദ്ധകളത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അറിയിപ്പും ഉക്രൈൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുണ്ട്. അതുവരെ സ്ത്രീകളെയും യുദ്ധകളത്തിലേക്ക് ഉക്രൈൻ വരാൻ പറഞ്ഞു എന്നൊരു വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ സ്ത്രീകളെയും ഉക്രൈൻ അവരുടെ സൈന്യത്തിൽ ചേർക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് റഷ്യയുടെ കേർസ്ക് റീജിയണിൽ ഉക്രൈന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഉക്രൈന്റെ ആക്രമണത്തിൽ 2 വീടുകൾ തകർന്നു എന്നും ഒരു സ്ത്രീ മരണപ്പെട്ടു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. കേർസ്ക് റീജിയണിൽ മാത്രമല്ല ബെൽഗ്രോഡ് ഭാഗത്തും ഉക്രൈന്റെ ആക്രമണം ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. ഇതിന് റഷ്യ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കേർസ്ക് റീജിയണിലും അതുപോലെ തന്നെ ബെൽഗ്രോഡ് ഭാഗത്തും ഉക്രൈന്റെ ആക്രമണം ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെയും റഷ്യ ചെയ്യുമെന്ന ഒരു ഇൻഫർമേഷൻ റഷ്യയുടെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നു. അടുത്തത് കോഡോർകോവ്സ്കി. ഇദ്ദേഹം ഒരു വലിയ ബിസിനസ് ടൈക്കൂൺ ആണ്. ഇദ്ദേഹം ഓൾറെഡി റഷ്യയിൽ നിന്നും പുറത്തുപോയി കഴിഞ്ഞു. ഇദ്ദേഹത്തെ റഷ്യ അവരുടെ വാണ്ടഡ് ലിസ്റ്റിൽ ചേർത്തിരിക്കുന്നു. ഇദ്ദേഹം റഷ്യക്കെതിരായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. പുടിന് എതിരായ ഒരു ലീഡർ ആയിരുന്നു. മാത്രമല്ല റഷ്യൻ സേനയ്ക്ക് എതിരായ രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുന്നു. റഷ്യൻ സൈനികരെ കുറിച്ച് മോശമായ വാക്കുകളാൽ പരാമർശിക്കുന്നു. ഇതൊക്കെ കൊണ്ട് റഷ്യ ഇദ്ദേഹത്തെയും വാണ്ടഡ് ലിസ്റ്റിൽ ചേർത്തിരിക്കുന്നു. അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേർസ്ക് റീജിയണിൽ ഉക്രൈന്റെ ആക്രമണം ഉണ്ടായിരുന്നു എന്ന്. റഷ്യയുടെ ഈ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷം 2000 തവണ ഉക്രൈന്റെ ആക്രമണം ഈ കേർസ്ക് റീജിയണിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ ഉക്രൈനിൽ 2023 മാത്രം 2,15,000 സോൾജേഴ്സ് മരണപ്പെട്ടിട്ടുണ്ട്. 28,000 എക്യുപ്മെന്റ്സ് നശിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരം റഷ്യ പുറത്തുവിട്ടിട്ടുണ്ട്. സോ 2023 2,15,000 സൈനികർ കൊല്ലപ്പെട്ടു, ഉക്രൈനിലെ സൈനികർ കൊല്ലപ്പെട്ടു എന്നതാണ് റഷ്യയുടെ റിപ്പോർട്ട്. 2,15,000 സൈനികർ എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ അതിൽ എത്ര കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടാകും? ഉദാഹരണത്തിന് ഇസ്രയേൽ ഹമാസ് പ്രശ്നം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ 23,000 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു വിവരം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടുകൾ പറയുന്നതാണ് അങ്ങനെ. അതിൽ 7,000 മുതൽ 9,000 കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലാണെങ്കിൽ 520 കുട്ടികളാണ് റഷ്യയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. 520 എവിടെ കിടക്കുന്നു? 9,000 എവിടെ കിടക്കുന്നു? 520 കുട്ടികളെ കൊലപ്പെടുത്തിയതിനു വേണ്ടി മറ്റു പല രാജ്യങ്ങളും റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുട്ടിയെയാണ് കൊലപ്പെടുത്തിയതെങ്കിലും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണം എന്നത് വാസ്തവം. സോ 520 കുട്ടികളെ കൊലപ്പെടുത്തിയത് കൊണ്ട് റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. പിന്നെ ഈ 9,000 കുട്ടികളെ കൊലപ്പെടുത്തിയ ഇസ്രയേലിനെതിരെ എന്തുകൊണ്ട് മറ്റാരും ഒരു നടപടിക്രമവും സ്വീകരിച്ചില്ല? എന്തുകൊണ്ട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയില്ല? അങ്ങനെയാണെങ്കിൽ ലോക രാഷ്ട്രീയത്തിലും പക്ഷാഭേദം കാണിക്കുന്നുണ്ടോ? തീർച്ചയായും അതെ എന്നതാണ് ഈ ഒരു റിപ്പോർട്ടുകൾ വഴി നമുക്ക് മനസ്സിലാകുന്നത്. അടുത്തത് റഷ്യയുടെ ഒരിയോൾ എന്ന റീജിയണിൽ 2 ഡ്രോൺസ് വന്ന് ഹിറ്റായിട്ടുണ്ട്. അതും വെറും സ്ഥലത്തല്ല, ഓയിൽ കിടങ്ങുകളിലാണ് ഈ 2 ഡ്രോൺസും വന്ന് ഹിറ്റായത് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അടുത്തത് സൈബർ അറ്റാക്ക് ഇൻ പേയ്മെന്റ് സിസ്റ്റം. ഉക്രൈന്റെ പേയ്മെന്റ് സിസ്റ്റത്തിൽ സൈബർ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നുവെന്നും ഉക്രൈൻ അത് പ്രതിരോധിച്ചുവെന്നും ഉക്രൈൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത ഒരു പ്രധാന അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ റഷ്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹൈ ന്യൂക്ലിയർ ബാറ്റിൽ റെഡിനെസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്കെതിരെ ഒരു യുദ്ധം വരാം. ഇത് ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ട് അതിനെതിരായ നടപടിക്രമങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു വിവരവും റഷ്യ തന്നെ പുറത്തുവിട്ടു. അടുത്ത ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്നത് ഉക്രൈന്റെ വ്യോമസേനയിൽ നിന്നുമാണ്. ഉക്രൈന്റെ വ്യോമസേന പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ പക്കൽ ആന്റി എയർക്രാഫ്റ്റ് ഗൈഡഡ് മിസൈൽ ഇല്ല എന്നതാണ്. ഞങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്ന എല്ലാ മിസൈലുകളും ഞങ്ങൾ ഉപയോഗിച്ച് തീർത്തിരിക്കുന്നു. സോ ആന്റി എയർക്രാഫ്റ്റ് ഗൈഡഡ് മിസൈൽസ് ഞങ്ങളുടെ പക്കൽ ഒട്ടും തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ലോകരാജ്യങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ റഷ്യയുടെ വ്യോമാക്രമണത്തെ ഞങ്ങൾക്ക് തടയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഉക്രൈൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ പക്കൽ ആന്റി എയർക്രാഫ്റ്റ് ഗൈഡഡ് മിസൈൽസ് ഉണ്ട് എന്നതാണ്. എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അവരുടെ പക്കൽ ഉണ്ടായിരുന്ന എല്ലാ ആന്റി എയർക്രാഫ്റ്റ് ഗൈഡഡ് മിസൈൽസും ഇപ്പോൾ തീർന്നിരിക്കുന്നു എന്ന്.
അടുത്തത്, നോർത്ത് കൊറിയയുടെ വെപ്പൺസ് ആണ് റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഉക്രൈനെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഉക്രൈൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട യാതൊരു കൺഫർമേഷനും റഷ്യയുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.